ഹലോ, അസ്സലാമലൈക്കും. പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങൾ? അപ്പം ഇന്ന് നമ്മൾ വന്നിട്ടുള്ള വീഡിയോ എന്ന് പറഞ്ഞത് ഒരുപാട് പേര് റിക്വസ്റ്റാണ്. നമ്മൾ മറ്റേ ബിസിനസ്സിൽ നിന്നും ഈ ഒരു ബിസിനസ്സിലേക്ക് വന്നപ്പോൾ എങ്ങനെയാണ് ലാഭമുണ്ടോ എന്നൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും കൂടിയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത്. മാഷാ അല്ലാ, ഞാൻ പറയാലോ, ഞാൻ ആദ്യം തുടക്കത്തിൽ തന്നെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു ബിസിനസ്സിൽ നിന്ന് ഈ ഒരു ബിസിനസ്സിലേക്ക് വന്നപ്പോൾ നിങ്ങളെല്ലാവരും വാങ്ങുമോ, അതോ ഇനി അതങ്ങനെ കെടുക്കുമോ, ഇനി മറ്റേതന്നെ ചോദിച്ചുകൊണ്ടിരിക്കുമോ, അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ. പക്ഷേ ഒരു പേടിയും ഇല്ലാണ്ട് തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് ആ ഒരു ഹെയർ അക്സസറീസിൻ്റെ ഐറ്റംസ് വാങ്ങിച്ച ഒരുപാട് പേര് തന്നെയാണ് നമ്മുടെ കയ്യിൽ നിന്ന് ഈ സ്ക്രഞ്ചീസിൻ്റെ ഐറ്റംസും വാങ്ങിക്കുന്നത്. എന്നിട്ട് ഒരുപാട് പേര് ഈ ഒരു ബിസിനസ് ചെയ്തെന്ന് പറഞ്ഞിട്ട് നമുക്കിങ്ങനെ പേഴ്സണലായിട്ട് മെസ്സേജ് വിടുന്നുണ്ട്. അതൊക്കെ കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഓരോരുത്തരുടെ സപ്പോർട്ടും കൊണ്ട് മാത്രമാണ് നമ്മൾ ഇങ്ങനൊരു ബിസിനസ് തുടങ്ങിയതും അതുപോലെ തന്നെ ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഈ ഒരു ബിസിനസ് തന്നെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുള്ളൂ. അപ്പോൾ ഒരുപാട് പേര് പറയുന്നുണ്ട് ആ ഒരു ഹെയർ അക്സസറീസിൻ്റെ പൂർണ്ണമായിട്ട് നിർത്തിയോ എന്നൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. ഇപ്പം നമുക്ക് അതും ഇതും എല്ലാം കൂടെ കൊണ്ടുപോകാനുള്ള ബഡ്ജറ്റൊന്നും നമ്മുടെ കയ്യിലില്ല. മാഷാ അല്ലാ, കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് ഈ ഒരു ബിസിനസ് നല്ല രീതിയിൽ നമുക്ക് പോകുന്നുണ്ട്. അത് നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് കേട്ടോ നമ്മൾ ഇങ്ങനെ ഒരു ഉയർന്ന നിലയിലേക്ക് നമ്മൾ പോണത്. അപ്പോൾ ഇനി ഇവിടുന്ന് ഇതുപോലെ സപ്പോർട്ട് ചെയ്യണ പോലെ തന്നെ ഇനി ഇവിടുന്ന് അങ്ങോട്ട് നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് എനിക്ക് വേണം. അതുപോലെ തന്നെ മാഷാ അല്ലാ, നമുക്ക് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് 25K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ. അപ്പോൾ നമ്മൾ നല്ലൊരു ഗിവ് അവേ നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു. അതെന്തിന് കമൻറ്റ്, അപ്പോൾ അത് നമ്മൾ കൊടുത്തിട്ടില്ല. അപ്പോൾ അത് നമ്മളൊരു കാര്യം വിചാരിച്ചിട്ടുണ്ട്, അത് കിട്ടിയതിന് ശേഷം അവർക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓരോ മാസവും ഇനി നമ്മൾ കമൻറ്റ് വിന്നറിനെ തിരഞ്ഞെടുക്കുന്നു. അതിനുള്ളൊരു ഓപ്ഷൻ നമുക്ക് വൈറ്റ് സ്റ്റുഡിയോയിൽ വന്നിട്ടുണ്ട്. ആരാണോ ഏറ്റവും കൂടുതൽ നല്ല കമൻ്റ് ഇടുന്നത് അവർക്കായിരിക്കും നമ്മൾ ഇനി സെലക്ട് ചെയ്തിട്ട് കൊടുക്കാൻ പോണത്. പിന്നെ 50K ആയിക്കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന് ഇതേപോലെ ഒരു ഗിവ് അവേ വെച്ചിട്ട് എന്തെങ്കിലും നമ്മൾ കൊടുക്കും. അപ്പം അതിന് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും നിങ്ങൾ നമ്മുടെ ചാനലിൻ്റെ ലിങ്ക് അയച്ചു കൊടുക്കുക. നിങ്ങൾ ഓരോരുത്തരും അയച്ചു കൊടുക്കണുണ്ടെന്ന് അറിയുക, അതുപോലെ തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യണുണ്ടെന്ന് അറിയാം. അതുകൊണ്ട് മാത്രമാണല്ലോ നമ്മൾ ആ ഒരു ബിസിനസ്സിൽ നിന്നും ഈ ഒരു ബിസിനസ്സിലേക്ക് വന്നപ്പോൾ സത്യമായിട്ട് ഞാൻ അവിടെ ഡള്ളായിട്ട് കിടക്കുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. അതിനെല്ലാം കാരണം നിങ്ങൾ ഓരോരുത്തരുടെയും സപ്പോർട്ടാണ്. അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ ഇനി ഇവിടുന്ന് അങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുക. എനിക്ക് എന്താ പറയേണ്ടതെന്നൊന്നും അറിയണില്ല. കാരണം നമ്മുടെ കയ്യിൽ നിന്ന് നമ്മുടെ കസ്റ്റമർ തന്നെ ഒരുപാട് പേര് സ്ക്രഞ്ചീസിൻ്റെ മെറ്റീരിയൽസ് ആയിക്കോട്ടെ, സ്ക്രഞ്ചീസ് തയ്ച്ചതായിക്കോട്ടെ, എല്ലാം നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നുണ്ട് എന്ന് അറിയുമ്പോൾ തന്നെ ഒരുപാട് സന്തോഷം. അവരിനെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഷോപ്പിലേക്കും മറ്റും തന്നെ കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് നമ്മൾ ഇവിടം വരെ എത്തിയിട്ടുള്ളത്. ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള വിജയം ഉണ്ടാവണമെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഓരോരുത്തരുടെ സപ്പോർട്ട് വേണം. അപ്പോൾ നിങ്ങൾ എന്ത് അഭിപ്രായങ്ങളുണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഞാൻ എങ്ങനെയാണോ മുന്നോട്ട് പോണത് അതേപോലെ തന്നെ ഓരോരുത്തരും 10 പൈസ കിട്ടണമെന്ന് വിചാരിച്ചിരിക്കുന്ന ആളുകളുണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ചെറിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം എന്ന് തന്നെയാണ് എനിക്കിപ്പോഴും പറയാനുള്ളത്. അപ്പോൾ എന്തിനും ഏതിനും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്നെ ഇനിയും ഇതുപോലെ സപ്പോർട്ട് ചെയ്യാം. ഇനിയിപ്പോൾ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ അതിനുള്ള റിപ്ലൈ നമ്മൾ കമൻറ്റിൽ റിപ്ലൈ തന്നിട്ടില്ല എന്നുണ്ടെങ്കിലും ഞാൻ വാട്സപ്പിൽ നിങ്ങൾ എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ അതിന് ഞാൻ റിപ്ലൈ തരാം. കമൻറ്റിൽ റിപ്ലൈ തരാത്തൊന്നും ഉണ്ടായിട്ടല്ല, ചില ടൈമിൽ എനിക്ക് നേരം കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ കമൻറ്റിന് റിപ്ലൈ തരാത്തത്. എന്നാലും പെട്ടെന്ന് കണ്ണിൽ പെടുന്ന കമൻറ്റിനൊക്കെ നമ്മൾ റിപ്ലൈ കൊടുക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ടൊന്നും ടെൻഷൻ വിചാരിക്കേണ്ട. നിങ്ങൾ വാട്സപ്പിൽ എന്ത് ഡൗട്ട് ചോദിച്ചാലും അത് ഞാൻ പിന്നീടാണെങ്കിലും ക്ലിയർ ചെയ്ത് തരുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ
നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലിക്കൊക്കെ നമ്മുടെ ചാനലിൻ്റെ ലിങ്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക. ഹൈപ്പ് എന്നുള്ള ഓപ്ഷനും എന്തായാലും ഒന്ന് പ്രസ് ചെയ്യുക.